ഹലോ, മധുഭാസ്കരൻ. പലരും എന്നോട് ചോദിക്കാറുണ്ട് സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത്. സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുടെ അടുത്തേ സമ്പത്ത് വരുള്ളൂ എന്നതാണ് വളരെ യാഥാർത്ഥ്യം. വന്നാലും നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളുടെ അടുത്തേ സമ്പത്ത് വരാറുള്ളൂ, നിൽക്കാറുള്ളൂ എന്നതാണ്. സമ്പത്ത് ആരുടെയും കുത്തകയൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് 10-50 കൊല്ലങ്ങൾക്ക് മുമ്പ് പണക്കാരായിരുന്ന പലരും ഇന്ന് പാവപ്പെട്ടവരും അന്ന് പാവപ്പെട്ടവരായിരുന്ന പലരും ഇന്ന് പണക്കാരാവാൻ കാരണം പണത്തിന് ആരോടും പക്ഷഭേദമില്ല എന്നതാണ്. പണം ഉണ്ടാക്കാൻ ആർക്കറിയുന്നുവോ അവരുടെ അടുത്ത് പണം വരികയും പണം കൈകാര്യം ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ടോ അവരുടെ അടുത്ത് പണം നിൽക്കുകയും ചെയ്യും. എന്ന് ആ കഴിവുകൾ ഇല്ലാതാകുന്നു അന്ന് പണം പോകും എന്നത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എങ്ങനെയാണ് സമ്പത്തിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത്? സമ്പത്തിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു തരം കഴിവാണ്. അത് ആർജിച്ചെടുക്കാവുന്ന ഒരു കഴിവ് കൂടിയാണ്. നമ്മളിങ്ങനെയാണ് പറയുക, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് ദ ന്യൂമറിക്കൽ ടേംസ് ഓഫ് യുവർ ഡിസിപ്ലിൻ എന്നാ പറയുക. നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ചടക്കത്തിൻ്റെ ന്യൂമറിക്കലാണ്. സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാവില്ല എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. അങ്ങനെ സാമ്പത്തികത്തിനെ മാനേജ് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സമ്പത്ത് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നതാണ്. ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിനൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നതാണ്. എല്ലാ മാസവും എല്ലാ കൊല്ലവും ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. ഈ മാസം ഏതൊക്കെ കാര്യങ്ങൾക്ക് എന്തിനൊക്കെയാണ് എവിടെയൊക്കെയാണ് ചിലവാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ബഡ്ജറ്റ്. പുറത്ത് എത്ര രൂപയ്ക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, എത്ര രൂപയ്ക്ക് വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ വാങ്ങാം, എത്ര രൂപയ്ക്ക് പച്ചക്കറി ആവാം എന്നൊരു ബഡ്ജറ്റ് ഉണ്ടാവുക. കാരണം ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് നമ്മളൊരു ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം ഉണ്ടാക്കിയത് കൊണ്ട് അതനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് ഒന്ന്, ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നതാണ്. 2, ഡെയിലി അക്കൗണ്ട്, വരവ് ചെലവ് കണക്ക് അക്കൗണ്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുക എന്നതാണ്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ വരവ് ചെലവ് കണക്ക് എഴുതി വയ്ക്കാറുണ്ടോ? നമ്മൾ ചോദിക്കുന്നതിൽ ഏകദേശം 90% ആളുകളും പറയും എഴുതി വയ്ക്കാറില്ല എന്നതാണ്. പക്ഷേ വരവ് ചെലവ് കണക്ക് എഴുതി വയ്ക്കാതെ എങ്ങനെയാണ് സാമ്പത്തികത്തിൻ്റെ ഗതി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും എത്ര വന്നു എത്ര പോയി എന്ന്? അപ്പോൾ അതുകൊണ്ട് കൃത്യമായി വരവ് ചെലവ് കണക്ക് രേഖപ്പെടുത്തുക. കാരണം അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ പോക്ക് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ കാര്യം. പലരും പറയാറുണ്ട്, സാർ അങ്ങനെ എഴുതി വയ്ക്കാൻ തുടങ്ങുമ്പോൾ പേടി വരുന്നു എന്നാണ്. എപ്പോഴാണ് പേടി വരിക? നിങ്ങൾക്ക് ലയബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണല്ലേ നിങ്ങൾക്ക് പേടി വരിക. പക്ഷേ ആ പേടി നല്ലതല്ലേ? കാരണം നിങ്ങൾ കുഴിയിലിറങ്ങുമ്പോൾ എണ്ണിയാണ് ഇറങ്ങേണ്ടത്. 1 അടി 2 അടി 3 അടി എന്ന്. കാരണം എണ്ണി ഇറങ്ങിയാൽ കയറാനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കാൻ എളുപ്പമാണ്. പകരം ഇറങ്ങുന്നത് അളക്കുമ്പോൾ പേടിയാകുന്നത് കൊണ്ട് ില്ല എന്ന് വച്ചാൽ തിരിച്ച് കയറാനുള്ള ഉദ്ദേശമില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് ദയവായി ഡെയിലി വരവ് ചെലവ് കണക്ക് രേഖപ്പെടുത്തുക. 3, അങ്ങനെ രേഖപ്പെടുത്തിയ ചെലവുകളെ കാറ്റഗറൈസ് ചെയ്യുക. ഉദാഹരണം, ഒരു മാസം എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു, ഒരു മാസം എത്ര രൂപയ്ക്ക് പുറത്ത് ഭക്ഷണം കഴിച്ചു, ഒരു മാസം എത്ര രൂപയ്ക്ക് പ്രൊഫഷണൽ സ്റ്റോറിൽ നമ്മൾ ചിലവാക്കി. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. എന്തിനാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? അങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ ഏതിലാണോ കൂടുതൽ പണം ചിലവായത് അതിനെ അടുത്ത മാസം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കപ്പലുകൾ മുങ്ങുന്നത് ഇടിച്ചിട്ടല്ല, ഓട്ട വീണിട്ടാണ്. ഓട്ട എവിടെയാണെന്ന് അറിഞ്ഞാലേ അടയ്ക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ സമ്പത്തിൻ്റെ ഓട്ട എവിടെയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ചിലവുകളെ കാറ്റഗറൈസ് ചെയ്യുക. എല്ലാ മാസവും എത്ര രൂപ എവിടേക്ക് പോയി എന്നത്. ഇനി 4ാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് സാമ്പത്തിക തീരുമാനങ്ങളിൽ, ഫിനാൻഷ്യൽ ഡിസിഷനിൽ ഒരു കാരണവശാലും വൈകാരിക അംശം കടന്നു വരാതെ ശ്രദ്ധിക്കുക എന്നതാണ്. അതൊരു ലോജിക്കായി, കാരണം അത് ന്യൂമറിക്കലാണ്, ലോജിക്കായി കൈകാര്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. വൈകാരിക എമോഷണൽ എലമെൻ്റ് ഇല്ലാതെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് തിരഞ്ഞെടുക്കുക എന്താണ്? കാരണം അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ലോജിക്കൽ ഓർഡർ നഷ്ടപ്പെടുകയും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ സമ്പത്തിനെ കൈകാര്യം ചെയ്യാനൊരു കഴിവാണെന്നും ആ കഴിവ് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. 2, വരവ് ചെലവ് കണക്ക് എല്ലാ ദിവസവും രേഖപ്പെടുത്തുക. 3, ആ ചെലവിനെ കാറ്റഗറൈസ് ചെയ്യുക. ഓരോ വിഭാഗങ്ങൾക്ക് ഇത്ര രൂപ ചിലവായി എന്ന് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായി എക്സ്ട്രാ പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 4, വൈകാരിക കാര്യങ്ങൾ
സാമ്പത്തിക തീരുമാനങ്ങളിൽ കടന്നു വരാതിരിക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. സമ്പത്ത് അർഹതയുള്ളവർക്കടുത്ത് വരും, അർഹതയില്ലെങ്കിൽ അത് കൈവിട്ടു പോവുകയും ചെയ്യും. അങ്ങനെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ശേഷി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊള്ളുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ജീവിതത്തിന് ഗുണകരമാണ് എന്ന് തോന്നിയാൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. മധുഭാസ്കരൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്താൽ എല്ലാ ആഴ്ചകളിലും ബുധനാഴ്ചകളിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വിഷയങ്ങളുമായിപ്പെട്ട പുതിയ വീഡിയോ നിങ്ങൾക്ക് എത്തുകയും ചെയ്യും. കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.